അയ്യോ ഒരു ഭാര്യ ഇല്ലാതെ റിട്ടയർഡ് ആയ പട്ടാളക്കാരുടെ അവസ്ഥ നോക്കണേ. രാവിലെ എഴുന്നേക്കണം, അടുപ്പ് കത്തിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഊണുണ്ടാക്കണം, പല്ല് തെക്കണം, കുളിക്കണം. ഇതൊന്നും പോരാണ്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം എടുത്ത് തിന്നും വേണം. ഞാനങ്ങ് പട്ടാളത്തിലായിരുന്നപ്പോ ഇവിടത്തെ ജോലി അവിടെ ചെയ്യണം, ഇപ്പൊ നാട്ടിലായിരുന്നപ്പോ അവിടത്തെ ജോലി ഇവിടെ ചെയ്യണം. വെരി ഗുഡ്. അല്ല, അവിടത്തെ ജോലി ഇവിടെ ചെയ്യുന്നോണ്ടാണോ എനിക്ക് മാസം പെൻഷൻ അയച്ചു തരുന്നത്? എന്താണ് ഈ കാണിക്കണേ? അറ്റാക്കല്ലടാ, വെടിവെപ്പ്. അത് അമ്പലത്തിൽ വെടി പൊട്ടിച്ചതാണ്. ഞാനൊരു നിമിഷം അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. അല്ല, എനിക്ക് പെണ്ണിനെ കൊണ്ടുവരാറുള്ള ബ്രോക്കർ ഇത് എവിടെ? നിനക്ക് എത്ര വയസ്സാടാ? എനിക്ക് 35 വയസ്സ്. എനിക്ക് എത്ര വയസ്സാടാ? 65 വയസ്സ്. അപ്പൊ മുതിർന്ന ഞാനാണോ ആദ്യം കെട്ടണ്ട, നീയാണോ ആദ്യം കെട്ടണ്ടേ? അച്ഛൻ ഇന്നോ നാളെന്ന് പറഞ്ഞിരിക്കല്ലേ? എന്താടാ നീ പറഞ്ഞത്? അതല്ല, അച്ഛൻ ഇന്നോ നാളെ എന്റെ കല്യാണം നടത്തി തരാ പറഞ്ഞിരിക്കല്ലേ? അങ്ങനെ അച്ഛൻ ഈടായിട്ട് എന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. എന്താടാ നീ പറഞ്ഞത്? ഉത്തരവാദിത്വം ഇല്ലാന്ന്. അമ്മ ഇല്ലാത്തതിന്റെ നാടകം തുടങ്ങി. എവിടെ പോണ്ടാ? ഞാൻ ഇന്റർവെൽ ആവുമ്പോ വരാം. അച്ഛാ, എനിക്ക് 1 മാസം ലീവ് ഉള്ളൂ. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം വരുന്നേ. ആ മുഹൂർത്തത്തിലെങ്കിലും എനിക്ക് നല്ലൊരു കല്യാണം കഴിക്കണം, എന്നിട്ട് തിരിച്ച് ഗൾഫിൽ പോവാളതാ. എടാ നാണമില്ലാത്തവനെ. എടാ, പെണ്ണുങ്ങള് ചെക്കന്റെ വീട്ടിൽ ചെക്കൻ കാണാൻ വരുമോ? എടാ, ചെക്കന്മാരല്ലേ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോണ്ടത്? അച്ഛനെ കൊണ്ട് എങ്ങനെ പോവും? നിങ്ങൾ ഇത് കേക്കണം. കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണാൻ പോയപ്പോ ആരാ ചെക്കെന്ന് വെച്ചപ്പോ 25 വയസ്സുള്ള കിളവൻ പറയാ ഞാനാ ചെറുക്കെന്ന്. എടാ, അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞാണ്. പറഞ്ഞു. എന്നിട്ട് അവരെന്താണ് പറഞ്ഞ്? ഞങ്ങൾക്ക് ചെറുക്കനെ മതി, മുതുക്കനെ വേണ്ടെന്ന്. നീ എന്താടാ പറഞ്ഞത്? നാടകം തുടരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ നാടകം തന്നെ. ചേട്ടാ, ചേട്ടാ, ഈ വിളി നിലച്ചിട്ട് എത്ര കൊല്ലമായി? സാറേ, ഞാൻ പാർവതി. വേണമെങ്കിൽ ഞാൻ ശിവനാവാം, അല്ലെങ്കിൽ ജയറാമാവാം. ജയറാമോ? ഞാൻ ബ്രോക്കർ പാർവതിന്ന്. ഞാൻ പോക്കിരി ശിവൻ. അതെ, സാറിന്റെ മോനുള്ള പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെ തപ്പി തരണെന്നറിയാവോ? അവസാനം തപ്പി 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 ഒരു പെങ്കൊച്ചിനെ കിട്ടി. ഈ തപ്പി 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 കിട്ട ആ കൊച്ചെന്ത് കുടത്തിനുള്ളിൽ ഒളിച്ചിരുന്നതാ. എന്താ ഒരു കിളി ശബ്ദം? അടങ്ങടാ, പെണ്ണ് വരുമ്പോ വിളിക്കാം. ഇവിടെ റൂട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ചെക്കൻ ഭയങ്കര നാണക്കാരനാ. അയ്യോ, ഇതേപോലെ തന്നെ പെണ്ണും ഭയങ്കര നാണക്കാരിയാ. ആണോ? ആ കൊച്ചിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവളാണെങ്കിൽ എമ്മ ചെയ്ത വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്യാനാ? പിടിച്ച് എങ്ങനെയൊക്കെ ബസ്സിൽ കയറ്റി. നാണം കാരണം സീറ്റിനടിയിൽ അങ്ങ് ഒളിച്ചിരുന്നെന്ന്. അതുകൊണ്ട് എന്താ ഒരു ടിക്കറ്റ് എടുത്തുള്ളൂ. ഭയങ്കര നാണക്കാരിയാ. അതുപോലെ തന്നെ എന്റെ മോനും ഭയങ്കര നാണം കെട്ടവനാന്നേ. അല്ല, ഭയങ്കര നാണം ഉള്ളവനാന്നേ. ഞാൻ മോളെ വിളിക്കട്ടെ? വിളിക്ക്. മോളെ സുഞ്ചിലി. സുഞ്ചിലിയോ? സുഞ്ചിലി എം കൃഷ്ണ. നാളക്കാരി. മോനെ, പെണ്ണ് വന്നടാ. പെണ്ണ് വന്നു. പെണ്ണ് വന്നേ. 55 വയസ്സുള്ള കിളവിയാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ? 55 വയസ്സുള്ള കിളവിയോ? കല്യാണം പോലും കഴിച്ചിട്ടില്ലടാ. ശരിക്കും കല്യാണം കഴിക്കാത്ത? അതെ, ഞാൻ നല്ല കമ്മീഷൻ വാങ്ങിയിട്ട് കല്യാണം നടത്തി കൊടുക്കുന്ന ബ്രോക്കർ ആണല്ലോ. അപ്പോ ഞാൻ ഓരോരുത്തരുടെ കല്യാണം നടത്തി കൊടുത്താലും അവരെനിക്ക് കമ്മീഷൻ പൈസ തരും. പക്ഷെ ഞാൻ എന്റെ കല്യാണം നടത്തി എനിക്കാരും കമ്മീഷൻ പൈസ തരാനില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കല്യാണം ഒന്നും നടത്തിയില്ല. നിങ്ങളുടെ മോന്റെ കല്യാണം നടത്തുമ്പോ എനിക്ക് കിട്ടുമല്ലോ. കൊച്ചിനെ വിളിക്കട്ടെ? എപ്പോ വിളിക്കണമെന്നില്ല. വിളിക്കണം. സുഞ്ചിലി വാടാ. അയ്യോ, വീണ്ടും നാണക്കാരി. വരുന്ന വഴിക്ക് ചാണകത്തിൽ ചവിട്ടിയായിരുന്നു. അയ്യോ, ചാണകത്തിൽ ചവിട്ടിയതല്ല, നാണം കൊണ്ട് കളം വരച്ചതാ. ഇങ്ങനെയാണെങ്കിൽ 1 മാസം കൊണ്ട് കാല് തേഞ്ഞ് തീരും. മോനെ, ചായ എടുത്തോണ്ട് വാടാ. അതെ, പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുക കേട്ടോ. ചിരി നോക്കിക്കേ. വീഴല്ലേ?
അങ്ങ് ചെല്ല് കാണിക്കാതെ. ചായ ഇതാ പെണ്ണ്, ഇവിടെ കൊടുക്ക ആദ്യം. ഈ കഴുത്തൊടിഞ്ഞ പെണ്ണിനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. അയ്യോ, കഴുത്തൊടിഞ്ഞ പെണ്ണല്ല, നാണം കൊണ്ട് തല താഴ്ത്തിയതാ. ചായ നാണം കൊണ്ടായിരിക്കും. അല്ല, ചൂട്. പിടിച്ചിരുന്ന ഇല്ല, ചായ ഊതി കുടിച്ചതാ. അപ്പൊ എനിക്ക് ടൂതിയതല്ല. പിന്നെ അച്ഛൻ എന്തായാലും പറയാനുണ്ടെങ്കിൽ പറയാനുണ്ട്. ഇങ്ങോട്ട് മാറില്ലടാ. ഈ ലഡു തിന്നു തീർക്കല്ലത് എനിക്കും കൂടെ ഉള്ളതാണ്. അയ്യോ, ലഡു അതിനെ കുറച്ചൊന്നല്ല, കല്യാണത്തെ നമ്മുടെ കല്യാണമല്ലോ മെയിൻ. ഡാടാ അങ്ങോട്ട് മാറിയില്ല. നിന്റെ കാര്യം കഴിഞ്ഞില്ലേ? ഇന്നാ പറുട്ടി ചായ കുടിക്കൂ. അല്ല, പാർവതി പാലിട്ട ചായ. പിന്നെ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച് നമ്മുടെ ചെറുക്കനും പെണ്ണിനൊക്കെ എന്തായാലും സംസാരിക്കാനുണ്ടാവുമല്ലോ. ആക്രാന്തം കാണിക്കാതെ. അപ്പൊ മോളെ സംസാരി. അടിച്ചു കയറി വാ. ചെല്ലു സംസാരി. വാ 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 വാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറ. മൂത്ത് നോക്കി സംസാരിച്ചിട്ടാ ശീലം. എന്നാ നമുക്ക് പരിചയപ്പെടാം. പരിചയപ്പെട്ട് കഴിയുമ്പോഴേക്കും എന്റെ കഴുത്ത് കൊടുക്കും. പേരെന്താ? സെയിം പിച്ച്. ആദ്യം മോള് പറ, മോളുടെ പേരെന്താ? സുഞ്ചിലി. സുഞ്ചലിയോ? സുഞ്ചിലിന്ന്. അതെന്താ അങ്ങനെ പേര്? അച്ഛൻ പണ്ട് ഈ ചെണ്ടമേളത്തിനൊക്കെ പോവായിരുന്നു. അച്ഛനായിരുന്നു ഈ ചിഞ്ചിലം കൊട്ടുന്ന ആള്. ചില്ലക്കും ചില്ലം, ചില്ലക്കും ചില്ലം, ചില്ലക്കും ചില്ലം, ചില്ലക്കും ചില്ലം. അങ്ങനെ അച്ഛന് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനിട്ട പേരാ സുഞ്ചിലീന്ന്. ഇന്ന് ഞാൻ ചുണ്ടലീന്ന് വിളിക്കും. ഏട്ടന്റെ പേരെന്താ? എന്റെ അച്ഛൻ പട്ടാളത്തിലായോണ്ട് ഗണ്ണിനോട് ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട് എനിക്കിട്ട പേരാ ഗണ്ണേഷ്. ഞാൻ മൊണ്ണേശേനെ വിളിക്കും. എന്റെ ചുണ്ടലി. എന്റെ മൊണ്ണേ. അയ്യോ, സോറി. എന്റെ മൊണ്ണേശേട്ടാ. അച്ഛാ സെറ്റ്. എങ്കിൽ ഞങ്ങളും സെറ്റ്. അപ്പൊ ഈ വരുന്ന ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണം. അതെ, അപ്പൊ ഈ വരുന്ന ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ നിശ്ചയവും ഞങ്ങളുടെ കല്യാണവും. അതെങ്ങനെ ശരിയാവും അച്ഛാ? എടാ, നിങ്ങൾ സെറ്റ് ആവാടുത്ത പകുതി സമയം എടുത്തോളറാ. ഞങ്ങൾ രണ്ട് സെറ്റ് ആവാൻ. ബ്രോക്കറോ? അമ്മായി അമ്മ. ഇതെങ്ങനെ ശരിയാവും? എടി കൊച്ചേ, നിന്നെ ഈ ചെറുക്കൻ കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ നിനക്ക് വിളക്ക് അന്ന് സ്വീകരിക്കാൻ നിനക്ക് ഒരു അമ്മായി അമ്മ വേണോ? വേണം. ഇപ്പൊ നിനക്ക് ഒരു അമ്മായി അമ്മയായി, ഏട്ടനൊരു ഭാര്യയായി. അപ്പൊ ഈ വരുന്ന ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ കല്യാണം ഫിക്സ്. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണ് കേട്ടു സാറേ എന്റെ കമ്മീഷൻ.